ഇതൊരു ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഇതെന്ന് പറഞ്ഞാൽ മറ്റൊരു ലിഥിയം അയോൺ ബാറ്ററി 18650 ടൈപ്പ്. ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ടൈപ്പ് ഒരു ലിഥിയം അയോൺ ബാറ്ററി. ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും? അതായത് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ലിഥിയം അയോൺ ബാറ്ററി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റും? ഇതെന്ന് പറഞ്ഞാൽ 2000 mAh ലിഥിയം അയോൺ ബാറ്ററിയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ 3000 mAh ലിഥിയം അയോൺ ബാറ്ററിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 60 mAh ഒരു ചെറിയ ലിഥിയം അയോൺ ബാറ്ററി. ഇങ്ങനത്തെ ബാറ്ററീസ് എല്ലാം കിട്ടിയാൽ നിങ്ങൾ എങ്ങനെ ഇതിനെ ചാർജ് ചെയ്യും? ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് അതിനുള്ള ആൻസർ നോക്കാം. ഏത് ടൈപ്പ് ലിഥിയം അയോൺ ബാറ്ററി ആണെങ്കിലും അതിനെ ചാർജ് ചെയ്യാൻ ഈ ഒരു കുഞ്ഞ് സാധനം യൂസ് ചെയ്താൽ മതി. ഇതിനെ TP4056 ചാർജിങ് മോഡ്യൂൾ എന്നാണ് പറയുന്നത്. ചീപ്പാണ്, ആകെ 25 രൂപയ്ക്ക് ഇത് കിട്ടും. ഇത് 2 ടൈപ്പിൽ അവൈലബിൾ ആണ്. ഒന്ന് മൈക്രോ USB ടൈപ്പും 2 ടൈപ്പ് C. ഇതെന്ന് പറഞ്ഞാൽ ടൈപ്പ് C ഇതാണ്. ടൈപ്പ് C മോഡ്യൂളിന് മൈക്രോ USB വെച്ച് കുറച്ച് വില കൂടുതലാണ്. ഒരു 6 രൂപയുടെ വ്യത്യാസമുണ്ട്. 31 രൂപ എന്തിനാണ്. നിങ്ങളുടെ ഫോൺ ചാർജറില്ലേ, ആ ചാർജറിനെ തന്നെ ഇതിനകത്ത് കുത്തി നിങ്ങൾക്ക് ലിഥിയം അയോൺ ബാറ്ററീസ് ചാർജ് ചെയ്യാം. അപ്പം എത്ര സമയം എടുക്കും ചാർജ് ചെയ്യുക എന്നുള്ളത് ആ ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ലോക്കൽ മാർക്കറ്റിൽ ഇതിന് ഒരല്പം വില കൂടുതലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഓൺലൈൻ സ്റ്റോറിൽ നല്ല ചീപ്പായിട്ടാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ മോഡ്യൂളിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്തത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡീപ്പ് ഡിസ്ചാർജ് പ്രൊട്ടക്ഷനും ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാറ്ററിയെ ഈ മോഡ്യൂൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഈ മോഡ്യൂളിൽ 2 കുഞ്ഞ് LEDs കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു റെഡ് LEDയും ബ്ലൂ LEDയും. അതെന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജിങ് ഇൻഡിക്കേറ്റ് ചെയ്യാനും ഫുള്ളി ചാർജ് ഇൻഡിക്കേറ്റ് ചെയ്യാനും. എന്ന് വെച്ചാൽ റെഡ് LED കത്തിക്കിടന്നാൽ ബാറ്ററി ചാർജിങ് സ്റ്റേറ്റിലാണെന്നും ബ്ലൂ LED ആണെങ്കിൽ ബാറ്ററി ഫുള്ളി ചാർജഡ് ആണെന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 5 വോൾട്ട് എക്സ്റ്റേണൽ ആയിട്ട് ഈ 2 ടെർമിനലിൽ കൊടുത്ത് ചാർജ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി ഒരു മൈക്രോ USB അല്ലെങ്കിൽ ടൈപ്പ് C വഴിയോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ 5 വോൾട്ട് വഴിയോ ചാർജ് ചെയ്യാം. നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യേണ്ട ഈ 2 ടെർമിനലിലാണ്. പിന്നെ ലോഡ് കണക്ട് ചെയ്യേണ്ടത് ഈ എഡ്ജിലുള്ള ഔട്ട് മൈനസ് ഔട്ട് പ്ലസ് എന്ന് എഴുതിയിരിക്കുന്നത്, അതിലാണ് ലോഡ് കണക്ട് ചെയ്യേണ്ടത്. അറ്റ് ദ മോസ്റ്റ് 1 ആംപിയർ വരെ നമുക്ക് ഇതിനകത്ത് ഇന്ന് ഡ്രോ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളൊരു 3 ആംപിയർ ലിഥിയം ബാറ്ററി അല്ലെങ്കിൽ 2 ആംപിയർ ലിഥിയം ബാറ്ററി യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് മാക്സിമം 1 ആംപിയറെ ഈ മോഡ്യൂൾ വഴി ലോഡിലോട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യേണ്ടത്. കണ്ട, ഞാൻ ഈ 3 ആംപിയറിൻ്റെ ബാറ്ററി കണക്ട് ചെയ്തേക്കണ ഈ ഒരു സാധനത്തിൽ. അതുപോലെ തന്നെ നമുക്ക് 60 ആംപിയറിൻ്റെ മില്ലി ആംപിയറിൻ്റെ ചെറിയ ബാറ്ററിയിൽ അതും ഞാൻ ഈ മോഡ്യൂൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 18650 ബാറ്ററി ഉണ്ടല്ലോ വലുത്, അതും 2 ആംപിയറിൻ്റെ, അതും ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെല്ലാം ഞാൻ ചാർജിങ് എൻ്റെ മൊബൈൽ ചാർജർ കണക്ട് ചെയ്ത് എനിക്ക് ഇതിനെ ഫുള്ളി ചാർജ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിനെ മൊബൈലിൻ്റെ ചാർജർ കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചാർജ് ചെയ്യണമെന്ന് നോക്കാം. ഞാനിത് മൊബൈൽ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ നോക്കിക്കോ ഇതിൻ്റെ LEDs കത്തുന്നത് എങ്ങനെയാണ്. കാരണം ഇതിനകത്ത് റെഡ് LED കത്തുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ 60 mAh ചെറിയ ബാറ്ററിയാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അത് കണ്ടല്ലോ 60 mAh ചെറിയ ബാറ്ററി. അപ്പോൾ അത് ഫുള്ളി ചാർജഡ് അല്ല, അതുകൊണ്ടാണ് ആ റെഡ് LED കത്തണം. ഇപ്പം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് മാറ്റിയിട്ട് ആ 3000 mAh ബാറ്ററിയും യൂസ് ചെയ്യാം. അപ്പോൾ അതും നിങ്ങൾക്ക് കാണാം, അതും ഫുള്ളി ചാർജഡ് അല്ല. കാരണം വെച്ചാൽ ഈ ബാറ്ററി ഞാൻ യൂസ് ചെയ്തിട്ട് കുറേ നാളായി, വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് അത് റെഡ് LED കത്തുന്നത്. അത് ഫുള്ളി ചാർജ് ആവാൻ കുറേ സമയം എടുക്കും. അതുപോലെ തന്നെ ഇനിയിപ്പം ഞാൻ 18650 ബാറ്ററി നോക്കാം. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ അത് ഫുള്ളി ചാർജഡ് ആണ്. കാരണം നിങ്ങൾക്ക് കാണാം ബ്ലൂ LED കത്തി കിടക്കണം. ഇത്ര വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് ഈ ചാർജിങ് മോഡൽ. വളരെ ഒരു തുടക്കക്കാർക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഉപയോഗപ്രദമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.